ഹായ് ഓൾ. ഇപ്പം ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള PSCയിൽ പുതിയതായിട്ട് വന്ന 2 നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു. അസിസ്റ്റന്റ് പ്രോഗ്രാമർ, അതേപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്ന് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കും മത്സ്യഫെഡിലേക്കുമാണ് ഈ 2 നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതോടൊപ്പം തന്നെ കേരള PSC ഇതിൻ്റെ എക്സാം കലണ്ടർ പുറത്തുവിട്ടിരുന്നു. അതായത് എക്സാം സ്ലോട്ടും നമുക്ക് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. അപ്പം എക്സാം സ്ലോട്ട് വന്നിരിക്കുന്നത് മെയ് ജൂലൈ 2026 വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് പ്രോഗ്രാമറിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ BTech CS ഓർ IT ഓർ MSc ഇൻ CS ഓർ MCA ആയിരുന്നു അതിൻ്റെ ക്വാളിഫിക്കേഷൻ. പിന്നീട് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ കാറ്റഗറി നമ്പർ 460/2025 അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MCA ഓർ BTech IT ഓർ BTech ഇൻ CS ആണ് വരുന്നത്. അപ്പോൾ മെയ് ജൂലൈയിൽ ഇതിൻ്റെ എക്സാം സ്ലോട്ടും PSC പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മുന്നിലുള്ള സിലബസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം എക്സാം എന്നായിരിക്കും, മെയ്യിലായിരിക്കുമോ അതോ ജൂലൈയിലേക്കാണുള്ളൂ എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് നിരന്തരം ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന സ്ലോട്ട് മെയ് ജൂലൈ ആണ്. അപ്പം നമ്മൾ മെയ്യിൽ തന്നെ എക്സാം ഉണ്ടാകും എന്ന രീതിയിലാവണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാണ്ട് ജൂലൈയിലേക്കാണുള്ളൂ, ഇനിയും ടൈമുണ്ട്, പതുക്കെ പഠിച്ചു തുടങ്ങിയാൽ മതി എന്നൊരു മൈൻഡിൽ നിങ്ങൾ ഇരിക്കരുത്. മെയ്യിൽ തന്നെ എക്സാം കാണും എന്ന രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയ് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് റിവിഷനുള്ള ടൈം കിട്ടുകയും ചെയ്യും. അഥവാ എക്സാം ജൂലൈയിലേക്ക് മാറിയാൽ പോലും നിങ്ങൾക്ക് റിവിഷനുള്ള ടൈം കൂടുതൽ കിട്ടും അവിടെ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം, കൂടുതൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ജൂലൈയിൽ എക്സാം എന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലേക്ക് സിലബസ് പോലും തീരില്ല. അപ്പോൾ മെയിൽ എക്സാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ തന്നെ നിങ്ങളുടെ എക്സാം ഉണ്ടാകുമെന്ന് കരുതി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സിലബസിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം EYQs ചെയ്യുക, നല്ല രീതിയിൽ ടോപ്പിക്സുകൾ കവർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ഈ 2 കോഴ്സുകൾക്കുമായിട്ട് നമ്മുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.